തലവേദന എന്താണെന്നറിയില്ല, രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ ചില ഭർത്താക്കന്മാർ പറയും, അനക്കൊണ്ട് ഇന്നലെ മുതലേ തലവേദന, രണ്ടളി തലവേദന മാറും. ഇത് കിട്ടാനാണോ ഈ ഭാര്യ അങ്ങനെ പറഞ്ഞേക്കണത്? അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ വളരെ സൈദ്ധാന്തികമായിട്ടാണ് മറുപടി പറയല്. എങ്ങനെ? തലവേദന, പിന്നെ ടൈഗർ ബാം ഇൻകത്തിന് വാങ്ങിത്തന്നു, തേക്ക് വാങ്ങിയ ഗുളിക മരുന്നോ തേക്കാറുണ്ടോ, കഴിക്കാറുണ്ടോ? പിന്നെ ആ പെണ്ണ് പറയും, നിങ്ങൾക്ക് തലവേദന ഒന്നുമില്ല, സോറി സാർ. അതേ സമയത്ത് ആ ഭർത്താവ്, എന്താ മോളെ ചിലപ്പോൾ മുത്തേ, അത് നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം, തക്കാളിപ്പെട്ടിന്നാണ് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാം, അത് ആസിയിലേക്ക് നിങ്ങൾ ഇഷ്ടമാണ്. ആ വിഷയത്തിൽ ഞാൻ കയറി ഇടപെടേണ്ട കേസല്ല. എന്താ മോളെ, എന്താ മുത്തേ, എന്ത് തലവേദന നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഈ ഭർത്താവിൻ്റെ ആ തണുത്തൊരു കൈ ഒന്ന് ചേർത്ത് വെച്ചാൽ തന്നെ പ്രായത്തില്ലേ, ഞാൻ എന്നെ പിടിക്കണം എന്ന് പറയലോടുകൂടി ആ പെണ്ണിൻ്റെ തലവേദന പോകും. ഇത് കാണുന്ന ഒരു ചെറുക്കൻ, ഓൻ്റെ കല്യാണം അടുത്ത മാസം നിശ്ചയിച്ചിട്ടാണ് നാട്ടിലേക്ക് ഗൾഫിൽ നിന്ന് വന്നേക്കണത്. ഓനിക്ക് ഭാര്യനോട് എങ്ങനെ പെരുമാറേണ്ടത് എന്നുള്ളത് ഇനി പ്രത്യേക ക്ലാസ് കൊടുക്കണോ? വേണ്ട. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഉപ്പ ടൗണിൽ നിന്നോ പള്ളിയിൽ നിന്നോ തളർന്ന് അവശനായി വരികയാണ്. ഉപ്പ ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ ഒന്ന് ചുമച്ചു. ഉപ്പ ടയേർഡാണെന്ന് ഉമ്മാക്ക് ബോധ്യപ്പെട്ടപ്പോൾ റവാത്തിബ് സുന്നത്ത് നിസ്കാരം തൽക്കാലം ളുഹറിന് ശേഷമുള്ളത് ഹോൾഡ് ചെയ്തിട്ട് കഞ്ഞിവെള്ളം ചുടുവെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നത് ഉമ്മാനെ കാണുകയാണ്. ആര്? എൻഗേജ്മെന്റ് കഴിഞ്ഞ് വരുന്ന 21-ാം തീയതി കല്യാണം നടക്കാനിരിക്കുന്ന മോള്. ആ മോൾക്ക് ഭർത്താവിനോടുള്ള കടപ്പാട് എന്താണ് എന്നുള്ളത് ഇനി പ്രത്യേകിച്ച് ഒരു പുസ്തകം വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമോ, ഒരു പ്രീമെട്രി കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കേണ്ട ആവശ്യമോ, സൂമിന്റെ ലിങ്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമോ ഇല്ല. ഇങ്ങനൊരു മാതൃകാ കുടുംബം, മാതൃകാ ജീവിതം നമ്മളിൽ നിന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലോ കുടുംബത്തിലോ വീട്ടിലോ ഉണ്ടാവില്ല.